സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. ആന്ധ്രാപ്രദേശ് വഖഫ് ബോർഡ് പിരിച്ചുവിട്ട് ചന്ദ്രബാബു നായിഡു സർക്കാർ. ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള YSR കോൺഗ്രസ് സർക്കാർ നിയമിച്ച ബോർഡാണ് പിരിച്ചുവിട്ടത്. ബോർഡ് കാലങ്ങളായി പ്രവർത്തനരഹിതമാണെന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതല്ല എന്നും കാണിച്ചാണ് നടപടി. കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിന് പിന്നാലെയുള്ള വിവാദങ്ങൾക്കിടെയാണ് NDA സഖ്യത്തിന്റെ ഭാഗമായ നായിഡുവിന്റെ നീക്കമെന്നും ശ്രദ്ധേയമാണ്. 2023 ഒക്ടോബറിൽ ജഗൻമോഹൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണ് ആന്ധ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം റദ്ദാക്കിയത്. 11 അംഗ ബോർഡിനെയാണ് മുൻ സർക്കാർ നിയമിച്ചിരുന്നത്. ഇതിൽ 3 പേർ തിരഞ്ഞെടുക്കപ്പെട്ടവരും ബാക്കിയുള്ളവർ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു. എന്നാൽ വഖഫ് ബോർഡ് നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിച്ച് 2023 നവംബർ 1 ആന്ധ്ര ഹൈക്കോടതി ചെയർമാന്റെ നിയമനം സ്റ്റേ ചെയ്തു. ഇതിന് പിന്നാലെ കാലങ്ങളായി വഖഫ് ബോർഡ് പ്രവർത്തനരഹിതമായി തുടരുകയാണെന്നും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ന്യൂനപക്ഷ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവും ബോർഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടാണ് 2023 ഒക്ടോബർ 21 സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതെന്നും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം സെക്രട്ടറി കാത്തി ഹർഷ് വർദ്ധൻ വ്യക്തമാക്കി. അംഗങ്ങളുടെ നിയമനം ചോദ്യം ചെയ്തുള്ള ഹർജികളിലുള്ള ഹൈക്കോടതിയുടെ സ്റ്റേ നടപടി നിലനിൽക്കുന്നതിനാൽ വഖഫ് ബോർഡ് സജീവമായിരിക്കിടക്കുകയാണെന്ന് ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി N. മുഹമ്മദ് ഫാറൂഖ് പ്രതികരിച്ചു.